കാൽനൂറ്റാണ്ട് കാലം ഒളിവിൽ കഴിഞ്ഞ പ്രതി കൊച്ചിയിൽ വിജിലൻസിന്റെ പിടിയിലായി. കോട്ടയം എളംകുളം സഹകരണ ബാങ്കിൽ നിന്ന് പണം തട്ടിയ കേസിൽ ബാങ്കിലെ മുൻ സെക്രട്ടറി ഗോപിനാഥൻ നായരാണ് 26 വർഷത്തിന് ശേഷം വിജിലൻസിന്റെ പിടിയിലായത്. കോട്ടയം വിജിലൻസ് യൂണിറ്റ് അറസ്റ്റ് ചെയ്ത പ്രതിയെ മൂവാറ്റുപുഴ വിജിലൻസ് കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. വിജിലൻസിനെ കബളിപ്പിച്ച് കാൽനൂറ്റാണ്ട് ഒളിവിൽ കഴിഞ്ഞ പ്രതിയെ ഇന്ന് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വച്ചാണ് പിടികൂടിയത്. 1998 കോട്ടയം ജില്ലയിലെ എളംകുളം സഹകരണ ബാങ്കിൽ വൻ ക്രമക്കേട് നടത്തിയതിന് ബാങ്കിലെ മുൻ സെക്രട്ടറിയായ ഗോപിനാഥൻ നായരെ ഒന്നാം പ്രതിയാക്കി കോട്ടയം വിജിലൻസ് യൂണിറ്റ് കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു. കേസിൽ അന്വേഷണം പൂർത്തിയാക്കി വിജിലൻസ് കുറ്റപത്രവും സമർപ്പിച്ചു. തുടർന്ന് ജാമ്യത്തിലിറങ്ങിയ പ്രതി ഒളിവിൽ പോവുകയായിരുന്നു. വിജിലൻസ് കോടതി ഇയാൾക്കെതിരെ ജാമ്യമില്ലാ വാറണ്ട് പുറപ്പെടുവിച്ചു. പ്രതിയെ കണ്ടെത്താൻ സാധിക്കാത്തതിനെ തുടർന്ന് വിജിലൻസ് ലുക്കൌട്ട് നോട്ടീസും പുറപ്പെടുവിച്ചു. എന്നാൽ വിദേശത്ത് ഒളിവിൽ കഴിഞ്ഞിരുന്ന ഗോപിനാഥൻ നായരെ കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് സാധിച്ചില്ല. ഇന്ന് രാവിലെ കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളം വഴി വിദേശത്തേക്ക് കടക്കാൻ ശ്രമിക്കവെയാണ് ഇയാളെ എമിഗ്രേഷൻ വിഭാഗം തിരിച്ചറിഞ്ഞത്. ഉടൻ എമിഗ്രേഷൻ വിഭാഗം ഗോപിനാഥൻ നായരെ തടഞ്ഞുവെച്ച് വിവരം നെടുമ്പാശ്ശേരി പോലീസിനെ അറിയിക്കുകയായിരുന്നു. കോട്ടയം വിജിലൻസ് യൂണിറ്റ് അറസ്റ്റ് ചെയ്ത പ്രതിയെ മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിൽ ഹാജരാക്കി. കോടതി ഗോപിനാഥൻ നായരെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. റിപ്പോർട്ടർ, കൊച്ചി.